നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജിന്യ. ഈ ഒരു കാലത്ത് കുറെ അധികം ആളുകൾ നേരിടുന്ന രണ്ട് വലിയ പ്രശ്നങ്ങളാണ്. ഒന്ന് തൈറോയിഡും മറ്റൊന്ന് ഓവർ വെയിറ്റും. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരൊറ്റ സൊല്യൂഷനുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു ടെർമറിക് ടീ ആണ്. ഈ ചായയിൽ മഞ്ഞൾ മാത്രമല്ല മറ്റ് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻസ് എന്നറിയാനും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് അറിയാനുമായിട്ട് വീഡിയോ കാണാം. തൈറോയിഡിനും വെയിറ്റ് ലോസിനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു മഞ്ഞൾ ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. പ്രധാനമായിട്ട് വേണ്ടത് മഞ്ഞളാണ്. ഇവിടെ ഒരു ചെറിയ മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. പച്ചമഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞളിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് തൈറോയിഡ് രോഗത്തിന്റെ ഫ്രീക്വൻസി കുറയ്ക്കും. ശരീരത്തിൽ അമിതമായി ഉണ്ടാകുന്ന കൊഴുപ്പില്ലാതാക്കാനും ഇത് സഹായിക്കും. ഇനി വേണ്ടത് 2-3 ചെറിയ ഇഞ്ചി അരിഞ്ഞതാണ്. ഇഞ്ചിയിൽ ധാരാളമായി പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് തൈറോയിഡ് പ്രശ്നങ്ങളിൽ പ്രധാന കാരണമായ വീക്കം കുറയ്ക്കും. തടി കുറയാനും ഇഞ്ചി നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് കറുത്ത കുരുമുളകാണ്. ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാൻ ഇത് സഹായിക്കും. കുരുമുളക് ശരീരത്തിലെ മെറ്റബോളിക് പ്രോസസ് വേഗത്തിലാക്കുകയും കലോറി ബേൺ ചെയ്യാൻ എളുപ്പത്തിൽ സഹായിക്കുകയും ചെയ്യും. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മഞ്ഞൾ ചെറുതായി മുറിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ചതച്ചെടുക്കണ്ട, ചെറുതായിട്ട് നീരൊന്ന് പുറത്തു വരാൻ പാകത്തിന് മാത്രം ഒന്ന് ചതച്ചെടുക്കുക. ഇവിടെ ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കുരുമുളക് ഇവിടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. നല്ല തരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി ചതച്ച മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർക്കാം. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 പിഞ്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും ചേർക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ നമുക്ക് തിളയ്ക്കാനായിട്ട് വിടാം. നന്നായി തിളച്ചു വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇതിനി അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടർമറിക് ടീ ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഒരു സാധാരണ ബ്ലാക്ക് ടീ പോലെ തന്നെയാണ് ഇത് കാണാനായിട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് 3-4 തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ പഞ്ചസാരയൊന്നും ഇടാതിരിക്കുകയാണ് നല്ലത്. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അല്പം തേൻ ചേർക്കാവുന്നതാണ്. തേൻ ചേർക്കുന്നത് കൊണ്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷെ ഞാനിവിടെ തേനൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു ടർമറിക് ടീ ഉണ്ടാക്കി കുടിച്ചു നോക്കുക. തൈറോയിഡും അതുപോലെ വെയിറ്റ് ലോസിനും ഒക്കെ ഇത് സഹായിക്കും. ഇതുപോലെ 1 ഗ്ലാസ് ചായ രാവിലെ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. തൈറോയിഡ് ഉള്ളവർ പ്രത്യേകിച്ച് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.